വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പുതിയൊരു മൊബൈൽ ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് നമ്മൾ വാങ്ങിയതാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ സെറ്റിംഗ്സുകളൊന്നും മാറ്റം വരുത്താതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ആവുക, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ചോർത്തിക്കൊണ്ടു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല ഒരു പുതിയൊരു ചാനൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സെർച്ച് ബാറിൽ അബീസ് വ്യൂസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള എല്ലാ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ തരാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കുറേ ആപ്ലിക്കേഷൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സാധാരണ നമുക്ക് മൊബൈൽ ഫ്രഷ് മേടിച്ച് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആപ്ലിക്കേഷൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് വേണ്ടതായിട്ടുള്ള പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ചിലതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവാറുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സെറ്റിംഗ്സിൽ ആപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് മാനേജ്മെൻറ്റ് കാണാം. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേ ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ. കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതും ഇൻസ്റ്റാൾ ചെയ്യാത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് ആ പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മാനേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ ഇതവിടെ നമുക്ക് കാണില്ല, ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ കിടക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമുക്ക് കയറി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോർത്തിക്കൊണ്ടുപോകുക. ഞാനിവിടെ പറയുന്നത് നമ്മുടെ ഗൂഗിളിൽ, അതായത് ഗൂഗിൾ ക്രോമിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. താഴേക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഡൗൺലോഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, കണ്ടില്ലേ, 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എവിടേക്കാണ് ഈ ലിങ്ക് ഡൗൺലോഡ്, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എവിടേക്കാണ് സ്റ്റോർ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ കുറേ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ലൊക്കേഷനിൽ എത്ര GB അവൈലബിൾ ആണെന്നുള്ള കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയാതെ നമ്മളെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതായത് ആസ്ക് വേർ ടു സേവ് ഫയൽസ്, അങ്ങനെയുള്ള ഡൗൺലോഡ്സ് ഒക്കെ എവിടേക്കാണ്, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അറിയാതെ ആരെങ്കിലും സ്പൈ ആപ്പുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഡൗൺലോഡ് ചെയ്ത് പോവുകയാണെങ്കിൽ എവിടേക്കാണ് സേവ് ചെയ്യേണ്ടത് നമ്മളോട് ചോദിക്കും. അത് നമ്മളിവിടെ ഓഫ് ആക്കിയിട്ടാണ് വെക്കുന്നത്. എല്ലാവരുടെ ഫോണിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം അറിയാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ആവുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ PDF കാണിക്കുന്നുണ്ട്. അത് ചില PDF ഫയലുകളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് വാട്സാപ്പിലേക്ക് പല ഫ്രണ്ട്സും അയച്ചു തരാറുണ്ട്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നേരിട്ടത് ഓപ്പൺ ആവണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ PDFs ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടി ഓപ്പൺ ചെയ്ത് വെക്കുക. പക്ഷെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിൻ്റെ തൊട്ട മുകളിൽ കാണുന്ന ആസ്ക് വേർ ടു സേവ് ഫയൽസ് എന്നുള്ളൊരു കാര്യം അത് എപ്പോഴും നിങ്ങളൊന്ന് ഓൺ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം അനാവശ്യമായിട്ടുള്ള സ്പൈ ആപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് വേണ്ട ആപ്പുകളൊക്കെ തന്നെ ആണെങ്കിലും അത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ലൊക്കേഷൻ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവരും നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലത്.